നമുക്കിന്ന് റാഗി ഇഡലിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് റാഗിയാണ് എടുക്കുന്നത്. നമ്മൾ റാഗി എടുത്തിട്ട് നന്നായിട്ട് ആദ്യമേ കഴുകുക. അതിനകത്ത് നന്നായിട്ട് അഴുക്ക് കാണും. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ട് മാത്രമേ നമ്മളത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കാവുള്ളൂ. ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിനകത്തുനിന്ന് അഴുക്ക് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഞെരടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുക. ഈ ഒരു ഗ്ലാസ്സിനാണ് 1 ഗ്ലാസ് റാഗി ഞാൻ എടുത്തത്. അപ്പോൾ ഈ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ പച്ചരിയും അളക്കാനായിട്ട് പോകുന്നത്. ഇനി 1 ഗ്ലാസ് പച്ചരിയും 3/4 ഗ്ലാസ് ഉഴുന്നും ചെറിയ 1 സ്പൂണ് ഉലുവയും കൂടെ കുതിരാനായിട്ട് ഇടാം. അപ്പോൾ ആദ്യമേ നമുക്കിത് അളന്നെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് ഇതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വയ്ക്കാം. നമ്മൾ സാധാരണ ഇഡലി ഉണ്ടാക്കും പോലെ തന്നെയുള്ളൂ. എക്സ്ട്രാ നമ്മൾ റാഗി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വേണമെങ്കിലും കുതിരാനായിട്ട് ഇടാം. അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഉഴുന്നും അരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് കുതിരാനായിട്ട് വയ്ക്കാം. രാവിലെയാണ് ഞാനിതെല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചത്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരയ്ക്കാനായിട്ട് എടുക്കാം. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കും പോലെ ഈ റാഗി സെപ്പറേറ്റ് അരച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു പുറത്ത് വരുന്ന തോല് നമുക്ക് അരിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ച് അരച്ചാലും കുഴപ്പമില്ല. പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് ഈ റാഗിയുടെ തൊലി കുഞ്ഞുങ്ങൾക്കൊക്കെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാനിത് റാഗി സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. അത് എന്നിട്ട് അരിച്ച് മാറ്റിയിട്ടാണ് ഞാൻ ഈ മാവിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് അരച്ചെടുക്കുമ്പോൾ വെള്ളം അധികം ആവാതിരിക്കാനായിട്ട് ഞാൻ അരി ഉഴുന്നും അരയ്ക്കുമ്പോൾ നേരത്തെ നമ്മൾ റാഗി അരിച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അതാണ് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല റാഗിക്ക് പകരമായിട്ട് നമുക്ക് ചെറുപയർ ഇട്ടിട്ട് വേണമെങ്കിലും ഇതുപോലെ ഇഡലിയും ദോശയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും നല്ലതാണ്. ഇനി ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പൊളിക്കാനായിട്ട് വയ്ക്കാം. ഇത് അടുത്ത ദിവസം ആയപ്പോഴേക്കും നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്ക് ഇഡലി വേവിക്കാനായിട്ട് വയ്ക്കാം. റാഗി അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളറിൽ തന്നെ ഈ മാവ് കിട്ടും. അതുപോലെ തന്നെ ഇഡലി നല്ല കളറിൽ തന്നെ നമുക്ക് കിട്ടും. അത് അരിച്ചെടുത്തുകൊണ്ടാണ് അത്രയും കളറ് ഇതിനറിയാത്തത്. എന്തായാലും ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തയ്യാറാക്കി നോക്കണം. ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്.